ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബിഫോർ ടെക്കി വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് ടൂർണമെൻറ്റിൻ്റെ നമ്മുടെ ക്വാർട്ടർ ഫൈനലായിട്ടോ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാച്ച് ജോർജിയ വേഴ്സസ് പോർച്ചുഗൽ ആട്ടോ. അപ്പോൾ കഴിഞ്ഞ റിയലിലും ശരിക്കും ജോർജിയ വേഴ്സസ് പോർച്ചുഗൽ ഉണ്ടായിരുന്നു. അപ്പം ജോർജിയാണ് ജയിച്ചത്. എന്നാലും നമ്മൾ ഇതിനകത്ത് നമുക്ക് ജയിക്കാൻ നോക്കണം. പിന്നെ നോക്കാം നമുക്ക്. ഓക്കെ ഗായ്സ്, ക്വാർട്ടർ ഫൈനൽസ് FC മൊബൈൽ. പിന്നെ നമ്മൾ സെമി ഫൈനലൊക്കെ കാണും കേട്ടോ. സെമി ഫൈനൽ പിന്നെ ഫൈനലെത്തും. നമ്മൾ ഫൈനലിൽ ജയിക്കും, അത് ഉറപ്പാണ്. നമ്മൾ ജയിക്കും. നമ്മൾ ഇത്രയും കളി നമ്മൾ ജയിച്ചു. നമ്മൾ ഒരു കളി പോലും തോറ്റില്ല കേട്ടോ. ഇതായിട്ടും ഒരു കളി പോലും തോറ്റില്ല. നമ്മളെല്ലാ കളിയും ജയിച്ചു. എല്ലാ കളിയിലും ഗോളും അടിച്ചു. അതാണ്, ഒരു ടൈ പോലും വന്നിട്ടില്ല. 4-3-3 ഹോൾഡിങ് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫോർമേഷൻ. നമ്മുടെ മിക്കഡോട്ട്സയ്ക്ക് മറ്റേ റിയലി ഹയസ്റ്റ് ഗോൾ സ്കോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മിക്കഡോട്ട്സയ്ക്ക് മൂവ്മെൻറ്റ്സ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു FC മൊബൈലിൽ. നിങ്ങൾ FC മൊബൈൽ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം ഗൈസ് നമുക്ക് അവരുടെ കിക്ക് ഓഫ് ഔട്ട് പോയി. ഗൈസ് 4 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഡിയാഗോ ഗൈസ് നമ്മുടെ ത്രോയിനല്ലായിരുന്നു. അല്ല നമുക്ക് അയ്യോ യെസ്, എന്ത് ചെയ്താലും ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുവാണ്. ഓഗാസ് ജസ്റ്റ് മിസ്സായിരുന്നു. റൊണാൾഡോ സെക്കൻഡ് ഗോൾ അടിച്ചാണ്. നമുക്ക് പാസ് കൊടുക്കാം, ലോങ് പാസ്. ഗൈസ്, ഞാനത് ഓപ്പണൻ എൻ്റെ ടീമാന്ന് കരുതി ഞാൻ പ്ലെയർ അങ്ങോട്ട് കൊടുത്തിട്ടാ. അപ്പം എൻ്റെ ജേഴ്സി കിട്ടിയതാണ്. ഓക്കെ, ഓടെ നമുക്കൊരു ത്രൂ കൊടുക്കാം. ഗൈസ്, മിക്കഡോൾസ് പിന്നെയും ഗോൾ അടിച്ചിരിക്കുന്നു. ലീഡിങ് ഗോൾ സ്കോറർ നമ്മുടെ ടൂർണമെൻറ്റിൽ ലീഡിങ് കേട്ടോ, ടോപ്പ് സ്കോററിൽ. ഓക്കെ ഗൈസ്, നല്ല ത്രൂ പാസ്സായിരുന്നു. ആ പാസ് നല്ല ത്രൂ പാസ് പോലെ പോയി, കറക്റ്റ് പോയി. എന്നിട്ട് കിക്ക് ഓടിച്ച് ഗോള് പോയി. ഫസ്റ്റ് ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ഹാഫിന് ഇടാം. ക്വാരറ്റ്സ്കീലിയ നമുക്ക് ഫുൾ സ്പ്രിൻറ്റിൽ ഇട്ടാട്ടോ, എന്നിട്ടും പോവാം. ക്വാരറ്റ്സ്കീലിയ ഒരു പോയി, എല്ലാം പോയി. നമ്മൾ കറക്റ്റ് ഫ്രണ്ടിലെത്തുമ്പോൾ എല്ലാം പോട്ടോ. പിന്നെ സെയിം രീതിയിൽ തന്നെ ഗോള് പോയിട്ടോ. ക്വാരറ്റ്സ്കീലിയ പിന്നെ രണ്ടാമത്തെ അസിസ്റ്റാണ്. മിക്കഡോട്ട്സ് സീനാട്ടോ. അവൻ കറക്റ്റ് സ്ഥലത്ത് തന്നെ കറക്റ്റ് അറ്റാക്കിംഗ് പൊസിഷനിൽ വരും. കറക്റ്റ് അറ്റാക്കിംഗ് പൊസിഷനിലാണ് വന്നത്. പക്ഷേ ഗോൾ കീപ്പർ എന്താ മനസ്സിലാകുന്നല്ല, താഴോട്ട് ഡൈവ് ചെയ്ത് മതിയായിരുന്നു ഗോൾ കീപ്പറിന്. ഗൈസ്, പാസിങ് പോകുന്നുണ്ട് അവരുടെ. നമുക്കും മിക്കഡോട്ട്സിൻ്റെ ഹാട്രിക്ക് നോക്കാം ഇന്നത്തെ മാച്ചിൽ. ഹാട്രിക്ക് എന്തായാലും ആവുമായിരിക്കും കേട്ടോ. മാക്സിമം ഹാട്രിക്ക് എന്തായാലും ആവുമായിരിക്കും എന്ന് പറഞ്ഞില്ല, അതിന് മുമ്പായി. ഗൈസ്, ഞാൻ പറഞ്ഞ അപ്പം തന്നെ കേട്ടോ, ഹാട്രിക്ക് ആയിട്ടുണ്ട് മിക്കഡോട്ട്സിൻ്റെ ഗോൾ. മിക്കഡോട്ട്സ് 87 റേറ്റഡ് ആണ്, എന്നിട്ടും നല്ല പെർഫോമൻസ് ആണ്. ഓക്കെ, നല്ല ഗോളായിരുന്നു. കറക്റ്റ് എനിക്കൊന്നും അറിയത്തില്ല. ഇത് സെമി പ്രോ ആണെങ്കിലും കുറച്ച് അവർ ഡിഫൻസ് കുറച്ചും കൂടെ പോകണം. ബിഗിനർ മോഡിലാണെങ്കിൽ അവർ ഡിഫെൻഡ് ചെയ്യത്തില്ല, അവർ ചുമ്മാ നിൽക്കുക എന്നാണ്. ബിഗിനർ മോഡിലാണെങ്കിൽ ഇതൊക്കെ സെമി പ്രോ ആണെങ്കിലും എന്നിട്ട് അവരൊന്നും ഇതാക്കത്തില്ല. മിക്കഡോട്ട്സ് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊരു പവർ ഷോട്ട് അടിക്കാം. മിക്കഡോട്ട്സ് അൺസ്റ്റോപ്പബിളാണ്. ഹീസ് അൺസ്റ്റോപ്പബിൾസ്. 4 ഗോൾ അടിച്ച് ഗൈസ്, 4 ഗോൾ അടിച്ച്. ഹാഫ് ടൈമിന് മുമ്പ് മിക്കഡോട്ട്സ് 4 ഗോൾ അടിച്ചിട്ടോ, ഹാഫ് ടൈമിന് മുമ്പ്. ഇനി അങ്ങോട്ട് 5 മിനിറ്റ്സ് ലെഫ്റ്റ് ഉണ്ട്. നോക്കാം, നമുക്ക് ജയിക്കും നോക്കാം. എന്തായാലും ജയിക്കും എനിക്ക് തോന്നുന്നില്ല അവർ ഗോൾ അടിക്കും തോന്നുന്നില്ല പോർച്ചുഗൽ. എന്നാലും ഗൈസ്, പോർച്ചുഗൽ ഔട്ടായിട്ടോ. ഞാനൊരു പോർച്ചുഗലിന് റൊണാൾഡോ ഫാനാണ് ശരിക്കും. അവർ ഔട്ടായി എനിക്ക് നല്ല സാറുണ്ട് ഗൈസ്. അവർ ഔട്ടാവണ്ടായിരുന്നു ശരിക്കും. ആ 2 പെനാൽറ്റി മിസ്സായതാണ് ഈ ജയിച്ചതിൻ്റെ. റൊണാൾഡോൻ്റെ ലാസ്റ്റ് യൂറോയും ഫിനിഷ് ആയിട്ടോ. അപ്പോൾ അതിലൊരു സങ്കടമുണ്ട്. എന്നാലും അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കളി നോക്കാം. പ്ലീസ് പോയി നമുക്ക് മിക്കഡോട്ട്സിൻ്റെ സെക്കൻഡ് ഹാട്രിക്കും കൂടെ നോക്കാം.
എന്തായാലും പോസിബിളാണോ അറിയില്ല. ഗൈസ് റഫേലിയ ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗോൾ കീപ്പർ റഷ് അടിക്കാൻ പോവായിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞായിരുന്നു ഗോൾ അടിക്കത്തില്ലെന്ന് ചോദിച്ചാൽ ഒരു ഗോൾ അടിച്ചിട്ടോ. കറക്റ്റ് പാസ് പോയില്ല റഫേലിയൻ്റെ അടുത്ത്. ലെയിൻ ചേഞ്ച് ഒക്കെ ഇട്ടിട്ടാണ് പോയത്, അതുകൊണ്ടാട്ടോ. 4-1 ഇപ്പോൾ സ്കോറ്. നമുക്ക് കിക്ക് ഓഫ് ചെയ്യാം. മിക്കഡോട്സ് ഗൈസ്. ശരിക്കും എൻ്റെ റിയൽ ടീമിലും കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ റിയൽ ടീമിൽ ഞാൻ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. അടുത്ത വീഡിയോ നമ്മുടെ സെമി ആയിരിക്കും. യെസ്, എല്ലാം പോയി. കൊച്ചിൻ്റെ പേരെന്താ? കൊച്ചുവില്ല. കോർണർ കിട്ടി. മിക്കഡോട്സിൻ്റെ ഹാട്രിക്ക് പോയിട്ടോ. മിക്കഡോട്സ് സബ്സ്റ്റിറ്റ്യൂട്ടായി. നമുക്കൊരു ഹെഡ് അടിക്കാൻ നോക്കാം. അത് പോയി. നമുക്കൊരു ഡിയോഗോ കോസ്റ്റയ്ക്ക് മൂമെൻറ്റ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഹോണറബിൾ മൂമെൻറ്റ്സ്. നമ്മുടെ ടീം ഓഫ് ദി ഇയറിലെ ഹോണറബിൾ മെൻഷൻ പോലെ ഹോണറബിൾ മൂമെൻറ്റ്സ് കാർഡ് കിട്ടി മെൻ്റിൽ. ഗൈസ് അത് പോയി. പാസ് പോയിട്ടുണ്ട്. ചിക്ക് ഡോട്ട്സ് എല്ലാം ഡോട്ട്സ് കേട്ടോ. ഞാനൊന്ന് പറഞ്ഞ പോലെ നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് നമുക്ക് അടിച്ചു നോക്കട്ടോ. നമുക്ക് ഫുൾ പവർ അടിച്ചു നോക്കാം. ഓഗസ്റ്റ് ജസ്റ്റ് മിസ്സായിരുന്നു. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ. 1-4 ഇപ്പം സ്കോർ എന്ന് പറയുന്നത്. നമ്മളടുത്ത ഗോൾ എന്ന് പറയുന്നത് നോക്കാം. ഔട്ട് സൈഡ് ബോക്സ് ആണ് കേട്ടോ. ഔട്ട് സൈഡിൽ നിന്ന് അടിക്കാം ഫുൾ പവർ ഷോട്ട്. ഞാൻ ഫുൾ സ്പ്രിൻറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ? നമുക്കൊരു ഫ്രീ കിട്ടിയിട്ടുണ്ട്. നമുക്കത് അടിക്കാൻ തോന്നുന്നുണ്ടോ? ഗായ്സ് അത് ഗോളല്ലേ ഗായ്സ്? റെഫറി എന്തുവാ ചെയ്യുന്നത് ഗായ്സ്? അതൊരു ഗോളായിരുന്നു. അത് ഉറപ്പാണ്. 101% ഷുവർ അത് ഗോളാട്ടോ ഗൈസ്. ഫ്രീക്ക് ഗോളായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, റഫറി എന്തോ പറ്റി. റഫറി അത് അലൗഡായില്ല. എന്നാലും ഗൈസ് അത് ഗോളായിരുന്നു കേട്ടോ. ഷോട്ട്സ് ഓൺ ടാർഗറ്റ് 3 ആണ്. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മാച്ചും ജയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളെ സെമി ആട്ടോ. നമുക്ക് ആരാണ് അടുത്തത്? ഓക്കെ ഗൈസ്, ഉക്രൈൻ ആട്ടോ.